ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മമ്മയുടെ ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കിഡിലനായിട്ട് ബീഫ് കറി വെക്കും, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അതിന്റെ ഫുൾ റെസിപ്പി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് ഇടക്കാം. മമ്മ റെസിപ്പി ഒന്ന് പറയാമോ? പറയാം. ആദ്യം എന്തൊക്കെയാ ചെയ്യുന്നേ? പിന്നെ കഴുകി കുക്കറിലേക്ക് ഇടും. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ ഓരോരുത്തരുടെ അളവ് പോലെ, ഉപ്പും, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ. എൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെയാണേ. പലരും പല പലരും പല സ്റ്റൈലിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിന് വെള്ളം ബീഫില് തൽക്കാലം വെള്ളം ഉണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ? 8 വിസിൽ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ കുക്കറിലിട്ട് 8 വിസിലടുപ്പിക്കും. ഏകദേശം ഒരു 20 മിനിറ്റോളം എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ആ ടൈം കൊണ്ട് നമ്മളതിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ആ സമയത്ത് അമ്മ തകർത്തിരുന്ന് കപ്പ അരിഞ്ഞോണ്ടിരിക്കുക, വേവിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കപ്പയും ബീഫ് കറിയാണ് കേട്ടോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാരും കൂടെ പാട്ടൊക്കെ കേട്ട് ഒരുമിച്ച് ചെയ്തതുകൊണ്ട് സമയം പോയതൊന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓടിപ്പോയത് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് മമ്മയുടെ ഹെയർ സ്റ്റൈൽ? ഞാനാണ് മമ്മയ്ക്ക് കെട്ടിക്കൊടുത്തത്. നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടത് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയാണ്. അത് രണ്ടും ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും കുക്കറിന്റെ വിസിലും അടിച്ചു. അപ്പൊ 8 വിസിലൊക്കെ അടിച്ച് നമ്മൾ ഇനി അടുത്ത സാധനങ്ങൾ വഴറ്റാൻ നോക്കുകയാണ്. എന്തൊക്കെയാ അമ്മ വഴറ്റണ്ടേ? ചീനിച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തൊക്കെ നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുക്കണം. അതിന് കുറച്ചൊരു ടൈം എടുക്കും. ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി അവിടെ ഒന്ന് തൂക്കുകയും ചെയ്തു കേട്ടോ. തൂത്തിട്ട് വന്നപ്പോഴത്തേക്കും ഈ പരുവായിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് പിന്നെ ഇനിയൊന്നുമില്ല, അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര സാധനങ്ങൾ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എടുത്ത് വീഡിയോ എടുക്കുമ്പോ ഇളക്കിന്റെ സ്പീഡ് കൂടും. നമുക്ക് വരുന്നുണ്ട്. മമ്മ എത്രാം ക്ലാസ് തൊട്ടാ പാചകമൊക്കെ തുടങ്ങിയ? 4ാം ക്ലാസ്. 4? അത് മൂത്ത കുട്ടി ആയതുകൊണ്ടാണ്. ഞാൻ ചെറുതായിട്ട് പാചകം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പാചകം ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അമ്മ ആ സമയം കൊണ്ട് കപ്പയൊക്കെ ഒരുവിധം വേവിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് വേവാത്ത കപ്പ ആയതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു പൊടിക്ക ചെയ്യുന്നുണ്ട്. ഇത് ആർക്കും അറിയാത്ത നമ്മുടെ വീട്ടിലെ മാത്രം സീക്രട്ടാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് കമന്റ് ചെയ്യുക. ഇതെന്തിനാ അമ്മ ഇങ്ങനെ ചെയ്യുന്നേ? വെള്ളം തഴയുന്നു. ഈ ടെക്നിക്ക് അറിയാത്തവർ കമന്റ് ചെയ്യുക. ഫുൾ റെസിപ്പി അടുത്ത വീഡിയോ ആയിട്ടിടാം. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് കുറച്ച് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം കേട്ടോ. എനിക്കതിന്റെ പ്രത്യേക കണക്ക് പറയാൻ അറിയില്ല. അത് വീട്ടില് മല്ലിപ്പൊടി കൂടുതലാണെന്നോ ടേസ്റ്റ് കൂടുമോ? മല്ലിപ്പൊടി കൂടിയ ടേസ്റ്റ് കൂടുതൽ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മല്ലിപ്പൊടി വെച്ചിട്ട് പിന്നെ ചിക്കൻ മസാല കൈയളവാണ്. ചിക്കൻ മസാലയാണോ മീറ്റ് മസാല? മീറ്റ് മസാല. സോറി, എനിക്ക് ചിക്കൻ അമ്മയുടെ അളവാ എൻ്റെ അളവാ പറയുന്നത്. ഇത് ലോ ഫ്ലെയിമിലല്ലേ ചെയ്തത്? ലോ ഫ്ലെയിമിൽ ഏകദേശം ആയി. മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ബീഫിലിട്ടോണ്ട് ചെയ്തേ.
നല്ല മണമുണ്ട്. ബീഫ് മസാല ഇട്ടപ്പഴി നമുക്ക് ഈ പാത്രം ചെറുതായതുകൊണ്ട് ബീഫ് ഇടുമ്പോഴത്തെ പൈസ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വേറെ മാറ്റാം, വേറെ ഒരു വലിയ ഉള്ളിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പൊ ഇതൊന്ന് കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഇട്ടൊന്ന് വഴറ്റണം കേട്ടോ. കുറച്ച് നല്ല ഇട്ടിട്ട് വഴറ്റണം അല്ലേ? ബീഫ് നോക്കണ്ടേ? ഏകദേശം ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബീഫാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ബീഫിൽ നമ്മൾ കുറച്ച് പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇത്ര അതിനകത്ത് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടിട്ടുണ്ടല്ലേ മമ്മേ? ചാറ് മാത്രമേ ഒഴിക്കത്തുള്ളൂ. ചാറ് മാത്രം ആദ്യം ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി മുളകും മസാല കൂട്ടി മിക്സ് ആകാൻ രീതിക്കൊന്ന് മിക്സ് ആകാനല്ലേ? ബാക്കി ഒട്ടും കഴിഞ്ഞിട്ടില്ല, വെള്ളം ഒഴിച്ചില്ല. നമ്മള് ഇളക്കേണ്ട ആവശ്യമില്ലേ? നോക്കാം നമുക്ക്. കറക്റ്റ്. ഓ, അമ്മയ്ക്ക് ഇങ്ങനെ പാകങ്ങളൊന്നും തെറ്റാറില്ല. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വേറെ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ കുക്കിംഗ് മമ്മ. ജിൻസി മമ്മി. ജെൻസി മമ്മ. എന്റെ സുഭാഷ് വയ്ക്കുന്നത് ജിൻസി മമ്മി. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് അറിയാവുന്ന ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. അതെ, കഷ്ടപ്പെട്ടു. എനിക്കൊരു പീസ്. അപ്പൊ അതിന്റെ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിലോട്ട് ഇട്ടൊന്ന് വിസിലടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതാണല്ലേ രുചിയുടെ കൂട്ട്. ഈ ഉള്ളി കൊത്തും ഇതിലേക്ക് ചേർന്ന് ജസ്റ്റ് നല്ലതായിട്ട് ചേർന്ന് ഒരു കുഴഞ്ഞ അത്ര വെള്ളം മതിയോ? അരപ്പൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി. വിസിലടുപ്പിക്കണ്ടേ? ഒരു വിസിൽ ഇത്ര ആക്കിയിട്ട് അപ്പൊ ഇത്രയും നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചൊരു വിസിലും കൂടെ എടുക്കും. അപ്പോഴാ ഉള്ളിയും തേങ്ങക്കൊത്തും നല്ലതായിട്ടൊന്ന് വേവത്ത്. അത് കഴിഞ്ഞ് ഇതിനകത്ത് കടുക് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാട്ടോ ഇനി. സിനിമയാകും. അമ്മ ഐസ്ക്രീം ആണോ കഴിക്കുന്നേ? ചോറിന്റെ കൂടെ കഴിക്കാനാണോ അമ്മ ഐസ്ക്രീം? അവർക്ക് ഇച്ചിരി വെച്ചേക്കണേ. മതി മതി. ഓക്കെ. അപ്പൊ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഓക്കെ, അപ്പൊ വറുത്ത് വെച്ചേക്കണോ ഈ സമയം കൊണ്ട്? തണുക്കുന്ന സമയത്തേക്ക് ഇത് ചെയ്താൽ മതി അല്ലേ? നല്ല മണം വന്ന് വിസിലടിച്ചപ്പോ. അപ്പൊ നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കാണുന്നില്ല, പാപ്പനാണ് ആദ്യം എത്തിയത്. അപ്പൊ വന്നപ്പോ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മുറിച്ച് തന്നെ വീഡിയോ ഞാൻ എന്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കറൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്.
അടിപൊളി. നോക്കി മുളച്ചുകൊണ്ടിരുന്നുണ്ടോ? മുളക്കുന്നുണ്ടോ? ഹായ്, നല്ല മണം. മേക്കറും മണത്ത് നോക്കും. യൂട്യൂബറല്ല, ഉണ്ടാക്കുന്ന ആള് പോലും കൊതി വിട്ട് പോകും. ഓക്കെ. അങ്ങനെ നമ്മൾ ആ മാങ്ങയൊക്കെ മൊത്തം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കടുക് വറക്കാനുള്ള പരിപാടിയിലേക്ക് കയറി കേട്ടോ. കടുക് വറുത്തിന് അതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അപ്പൊ കടുകൊക്കെ വറുത്തിട്ട് നമുക്ക് അതിന്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബീഫ് കറി റെഡി. ഓക്കെ ഗൈസ്, അപ്പൊ ബീഫ് കറി നല്ല മണമായിരുന്നു കേട്ടോ ഇത് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും. എന്നിട്ട് നമ്മളെല്ലാരും കൂടെ കൊതിമൂത്ത് കുറച്ചൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൊ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നത് അത് വേറെ കാര്യം. ചൂടല്ലേ, ചെറിയ ചൂട്. ഓക്കെ, ഫിനിഷ്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കഴിച്ചാൽ കൂടെ മതി. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, എരിവും എല്ലാം പാകത്തിനായിരുന്നു. എങ്ങനെയുണ്ട് അമ്മ? പാപ്പ അതെ, പിന്നെ അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. പക്ഷെ എനിക്ക് അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ കഴിഞ്ഞിട്ടാ വീഡിയോ എടുത്തത്. എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങ് ഇരുന്ന് പോയി. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് TV ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത്. ഹായ് ഗൈസ്. അപ്പൊ ഈ ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.